വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന മുഴുവൻ വാർത്തകളും ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. മലയാളികൾ വിഷു ആഘോഷത്തിലായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പങ്കുവയ്ക്കാം. റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കിഫ്ബി CEO സ്ഥാനത്ത് നിന്ന് രാജിയില്ലെന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയിലാണ് KM എബ്രഹാമിന്റെ വിശദീകരണം. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനും മുൻ DGP ജേക്കബ് തോമസിനും തന്നോട് ശത്രുതയുണ്ടെന്നും കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിൽ KM എബ്രഹാം പറഞ്ഞു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, എന്താണ് KM എബ്രഹാം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? സ്വയം മൊഴിയില്ല, തന്നെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന നിലപാട് ഈ വിവാദത്തിനിടെ അദ്ദേഹം സ്വീകരിക്കുന്നു. കൂടുതലായി അദ്ദേഹം ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് എന്താണ് ഷഫീദ്? ഈ വരവിൽ കൂടുതൽ ചിലവ് അതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിനുശേഷം കാര്യമായ ഒരു പ്രതികരണത്തിലേക്ക് KM എബ്രഹാം പോയിരുന്നില്ല എന്ന് മാത്രമല്ല ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ കിഫ്ബി ജീവനക്കാർക്ക് വേണ്ടി അദ്ദേഹം ഇന്നിറക്കിയ വിഷുദിന സന്ദേശത്തിലാണ് കിഫ്ബി CEO ആയിട്ടുള്ള KM എബ്രഹാം ഈ പുതിയ വിവാദത്തിൽ അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഈ കിഫ്ബി CEO എന്ന പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പദ്ധതിയുടെ ഏറ്റവും തലപ്പത്തെ ചുമതലയിൽ താൻ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും മാത്രവുമല്ല CBI അന്വേഷണം ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നും KM എബ്രഹാം പറയുന്നുണ്ട്. ഹർജിക്കാരനെതിരെയും അദ്ദേഹം കടുത്ത വിമർശനം ഉയർത്തുന്നതാണ് ഇതിലെ പ്രത്യേകത. അതായത് ഹർജിക്കാരൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടി അത് ആരാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ജോമോൻ പുത്തമ്പുരയ്ക്കലിനെതിരെ അദ്ദേഹം കടുത്ത ചില ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹർജിക്കാരനെതിരെ 2016 അദ്ദേഹം PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തത് താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ കണ്ടെത്തി. അതിനെതിരെ നടപടിയും, അതായത് പിഴ ഈടാക്കലടക്കമുള്ള നടപടിയും സ്വീകരിക്കുകയുണ്ടായി. ഇതിലുള്ള വൈരാഗ്യം ഹർജിക്കാരന് തന്നോടുണ്ടായിരുന്നു. മാത്രവുമല്ല ഇതൊരു ആസൂത്രണത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പരാതിക്കാരനോടൊപ്പം ഒരു മുൻ IPS ഉദ്യോഗസ്ഥനും വിജിലൻസ് മേധാവിയായിരുന്ന ആളും തനിക്കെതിരെ പ്രചരണങ്ങൾ നടത്തി എന്നുള്ള കാര്യം കൂടി KM എബ്രഹാം വ്യക്തമാക്കുന്നുണ്ട്. ജേക്കബ് തോമസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജേക്കബ് തോമസും ഹർജിക്കാരനൊപ്പം ചേർന്നുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാമതായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ദ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്തിലാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ പരാതി എങ്ങനെയാണ് ആസൂത്രണം നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഓൺ ദ മെറിറ്റ്സ് ഓഫ് ജഡ്ജ്മെന്റ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. താൻ സെബിയുടെ ചുമതലയിൽ ഇരിക്കെ തൻ്റെ സ്വത്ത് വിവരങ്ങൾ എങ്ങനെയാണ് താൻ വരവിൽ കൂടുതൽ EMI അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിലെ ചില കാര്യങ്ങൾ കോടതി വിശദമായി പരിശോധിച്ചില്ല. രണ്ടാമത്തേത് കൊല്ലത്തെ തൻ്റെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളെ കുറിച്ചിട്ടാണ്. അതും താൻ മുൻപ് ഡിസ്ക്ലോസ് ചെയ്തതാണ്. അതിനെക്കുറിച്ചിട്ടാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചില അലിഗേഷൻ ഉയർത്തിയത്. അതുമായി ബന്ധപ്പെട്ടും ആ ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും താൻ കൊടുത്തിരുന്നെങ്കിലും അതിലും വിശദമായ പരിശോധന നടന്നിട്ടില്ല. മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷനെ കുറിച്ചിട്ടാണ്. അതിലും അദ്ദേഹം പറയുന്നു ഇതൊക്കെ താൻ ഡിസ്ക്ലോസ് ചെയ്ത കാര്യങ്ങളാണ്, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടായിരുന്നില്ല. വിജിലൻസിന് മുൻപാകെ അദ്ദേഹം ഇതൊക്കെ കൊടുത്തു, എന്നിട്ടും തന്നെ വേട്ടയാടുന്നു, അതല്ലെങ്കിൽ തന്നോട് ശത്രുത തീർക്കുന്നു എന്നുള്ളതാണ് KM എബ്രഹാമിന്റെ നിലപാട്. മാത്രവുമല്ല ഈ വിഷയത്തിൽ തുടർ നിയമ നടപടികളടക്കം തന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും KM എബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകുകയായിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആക്ഷേപം, അതിലിപ്പോൾ CBI അന്വേഷണത്തിന്റെ പശ്ചാത്തലം, അതിനിടയിൽ പദവിയിൽ നിന്ന് സ്വയം ഒഴിയില്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് KM എബ്രഹാം. ADGP P. വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് വ്യാജമൊഴി നൽകിയതിൽ ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGPയുടെ ശുപാർശ. MR അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസെടുക്കാമെന്ന് ശുപാർശയിലുണ്ട്. തനിക്കെതിരെയുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് P. വിജയൻ നൽകിയ പരാതിയിലാണ് DGP നിലപാട് വ്യക്തമാക്കിയത്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നടത്തിയ അന്വേഷണത്തിൽ MR അജിത് കുമാറിനെ നേരിട്ട് വിളിച്ച് മൊഴിയെടുത്തിരുന്നു. അപ്പോഴാണ് സഹപ്രവർത്തകനായ P. വിജയനെതിരെ ഗുരുതര ആരോപണം അജിത് കുമാർ ഉന്നയിച്ചത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായിരുന്ന സമയത്ത് P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മൊഴി. എന്നാൽ ഇക്കാര്യം സുജിത് ദാസ് നിഷേധിച്ചു. അജിത് കുമാറിന്റേത് കള്ളമൊഴിയെന്ന് തെളിഞ്ഞതോടെ നിലവിൽ ഇന്റലിജൻസ് മേധാവിയായ P. വിജയൻ DGPക്ക് പരാതി നൽകി. ഡിസംബറിൽ നൽകിയ പരാതി DGP അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഒരു മാസത്തോളം പരാതി പിടിച്ചുവെച്ച മുഖ്യമന്ത്രി ജനുവരിയിൽ DGPയോട് ശുപാർശ തേടിയപ്പോഴാണ് വ്യാജമൊഴിയിൽ കേസെടുക്കാം എന്ന നിർദ്ദേശം ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയത്. വ്യാജമൊഴി ഒപ്പിട്ട് നൽകിയതും
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഗുരുതര കേസിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചതും ക്രിമിനൽ കുറ്റമെന്നാണ് DGPയുടെ റിപ്പോർട്ട്. അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമെന്ന് PV അൻവർ. MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് MR അജിത് കുമാർ, മറ്റതൊന്ന് മരുമകനാണ്. ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ ആ പോലീസിനെ തന്നെ എന്താ പറയാ, ഈ ക്രിമിനൽ വരിക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാവില്ല. DGP റാങ്കും പോലീസ് മേധാവി കസേരയും കാത്തിരിക്കുന്ന അജിത് കുമാറിന് കേസെടുത്താൽ തിരിച്ചടിയാകും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയും കാറ്റുമാണ്. അതിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട് നടവയലിൽ കോഴി ഫാം തകർന്ന് 3500 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. ഇടുക്കി തൊടുപുഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായി. വൈകിട്ട് വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത 3 മണിക്കൂറിൽ പാലക്കാട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, വരുന്ന മണിക്കൂറുകളിൽ ഏതൊക്കെ ജില്ലകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം? നിലവിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പ്രതീഷ്. അർജിത്ത്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 9 ജില്ലകളിലായിരുന്നു നേരത്തെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം പാലക്കാട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറേക്കുള്ളിലാണ്, അല്ലെങ്കിൽ 3 മണിക്കൂറിനാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഓറഞ്ച് അലർട്ട്. ഈ ജില്ലയിൽ അതിശക്തമായ മഴ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശക്തമായ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുറ്റ്യാടി മലയോര മേഖലകളിൽ ശക്തമായ കാറ്റും മഴയുമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടായിരുന്നത്. കുറ്റ്യാടി തൊട്ടിൽപ്പാലം റോഡിൽ ഈ മരം വീണ് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഇടുക്കി ജില്ലയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. തൊടുപുഴയിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയുണ്ടായിരുന്നു. കൃഷികൾ നശിച്ചു. പലയിടങ്ങളിലും മരങ്ങൾ വീണ ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയനാട് നടവയലിൽ വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നടവയലിൽ പുഞ്ചക്കുന്നിൽ ഈ വ്യാപക നാശനഷ്ടമുണ്ടായി. ഫാം ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. 3500ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു എന്നതാണ് വയനാട്ടിൽ നിന്നുൾപ്പെടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എറണാകുളത്തും ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറിൽ രേഖപ്പെടുത്തിയത്. കോതമംഗലം മാതിരാപ്പള്ളിയിൽ തെങ്ങ് കടപുഴകി വീണ് അരമണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സൂചന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഒപ്പം പാലക്കാട് ജില്ലയിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന് കൂടി കാലാവസ്ഥാ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് വരുന്ന മണിക്കൂറിൽ ഒരു പ്രത്യേക ജാഗ്രത വേണം എന്നുള്ള കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പലയിടത്തും കനത്ത മഴയിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കണ്ണൂർ ADM-ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു കുടുംബം. ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. CBI അന്വേഷണ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയതാണ്. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല. കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ തങ്ങൾക്ക് നീതി കിട്ടൂ എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കേസിൽ നിയമ പോരാട്ടം തുടരുമെന്നും മഞ്ജുഷ. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ്. പ്രധാന പ്രതികളെയെല്ലാം പോലീസ് സംരക്ഷിക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. കേസിൽ CBI അന്വേഷണം വേണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മതിയാകുമെന്നുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരുന്നു. 24 ഡൽഹി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ വിഷുക്കണിയൊരുക്കി രാപകൽ സമരം തുടർന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സ്വന്തം ചോരയിൽ എഴുതിക്കൊണ്ട് ഉള്ള പ്ലക്കാർഡ് ഉയർത്തിയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്.
പ്രതീക്ഷയുടെ വിഷിപ്പുലരിയിൽ വേദനയുടെ കണിയൊരുക്കി ആശമാർ. അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നതിന് ന്യായമായ വേതനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരപ്പന്തലിൽ കണിയൊരുക്കിയത്. വിഷമമുണ്ടെങ്കിലും അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് ഇവിടെ വെച്ച് വിഷു ആഘോഷിച്ചപ്പോഴത്തേക്ക്. പക്ഷേ ഞങ്ങളുടെ ഈ 64 ദിവസമായിട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതുകൊണ്ട് അതീവ ദുഃഖമുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കണ്ടെങ്കിലും ഞങ്ങളെ ഒന്ന് ഇവിടെ ഈ സമരപന്തലിൽ നിന്ന് ഞങ്ങളെ വീടുകളിൽ പോവാൻ ഞങ്ങളെ പൂർണ്ണമായും മന്ത്രി മാത്രം വിചാരിച്ചാലേ നടക്കൂ. ഓണറേറിയം വർധനവടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 64-ാം ദിവസം പിന്നിടുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം. ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഏപ്രിൽ 21-ന് ആദരമർപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ സമരപ്പന്തലിൽ വിഷുക്കണിയൊരുക്കിയ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ചോരയിൽ എഴുതിയ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് ശനിയാഴ്ചയാണ് അവസാനിക്കുന്നത്. അതിനു മുൻപ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. വാർത്താസന്ധ്യ ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി, അതിന്റെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അതിനിടയിൽ തമിഴ്നാട് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു RN രവി. ഇന്ത്യയിൽ ഏറ്റവും മോശം സർക്കാർ സ്കൂളുകളുള്ളത് തമിഴ്നാട്ടിലാണ്. അതേസമയം തന്നെ സംസ്ഥാനത്തെ സ്വകാര്യ സ്കൂളുകൾ ഇന്ത്യയിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിത് പീഡനം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ സർക്കാരിന് മേൽ RN രവി ഉയർത്തുകയാണ്. വാർത്താസന്ധ്യ വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40 presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയിരിക്കുന്നു. വിഷുദിനത്തിൽ 100 കണക്കിന് ആളുകളാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിനിരന്നത്. വിഷുദിനത്തിൽ വയനാട്ടുകാർ ലഹരിക്കെതിരെ അണിനിരന്നു. സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര അസംഷൻ ഫൊറോന പള്ളി വരെ രാവിലെ തന്നെ പര്യടനം നടത്തി. അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തിയത് മാത്രം പോരാ, അവർക്ക് ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ അത് മാറാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, ഇന്ത്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദനശീല മണപ്പുറങ്ങൾ. ലഹരി സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് തുറന്നു കാട്ടുന്നതായിരുന്നു യുവകലാസാഹിതിയും ഇപ്റ്റ വയനാടും ചേർന്നൊരുക്കിയ കുരുതി എന്ന നാടകം. ശരിയാണ്, ഇതൊരു ചോദ്യമാണ്. അതെ, നമ്മൾ ഒറ്റക്കെട്ടായി പറയണം, അരുത് ലഹരി, അരുത് അക്രമം, അരുത് ലഹരി, അരുത് അക്രമം. ബത്തേരി നഗരത്തിന്റെ ഭംഗി കെടാതെ കാത്തുസൂക്ഷിക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് 24ന്റെ ആദരം.
ലഹരിക്കെതിരെയുള്ള സൈക്ലിംഗ് അസോസിയേഷന്റെ റൈഡ് SKN ഫ്ളാഗ് ഓഫ് ചെയ്തു. അമ്പലവയൽ ലൈഫ് കെയർ വോളണ്ടിയർമാരും ഓട്ടോ തൊഴിലാളികളും തുടങ്ങി നിരവധി കൂട്ടായ്മകൾ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേർന്നു. ബത്തേരി നഗരസഭയുടെ ഹാപ്പി ഫെസ്റ്റിൽ 100 കണക്കിന് ആളുകളാണ് SKN 40ക്ക് പിന്തുണ അറിയിച്ചെത്തിയത്. ഒരൊറ്റ MDMA വിൽപ്പനക്കാരനും കേരളത്തിൽ ഉണ്ടാകരുത്. എല്ലാ MDMA കാരനും കേരളം വിട്ടു പോകണം. MDMA കാരനും ലഹരിക്കാരനും വേര് പിടിക്കാനുള്ള മണ്ണല്ല കേരളമെന്ന് നമ്മളെല്ലാവരും 1 ലക്ഷം ആളുകൾ ഒരേ ശക്തിയോടെ വിളിച്ചു പറയും. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിരവധി അമ്മമാരും യുവതികളും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി. മജീഷ്യൻ ശശി താഴത്തുവയൽ ലഹരിക്കെതിരെ മാജിക് അവതരിപ്പിച്ചു. മുട്ടിൽ WMO ഓർഫനേജിലും യാത്രയെത്തി. കൽപ്പറ്റയിൽ സിനിമാ താരം അബു സലീം ലഹരിക്കെതിരായ പോരാട്ടത്തിന് പിന്തുണയുമായെത്തി. നമ്മൾ പല യാത്രകളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ലഹരിക്കെതിരെ ഒരു യാത്ര നടത്തി നമ്മളെ ബോധവൽക്കരിക്കുന്നതിന് ഇവിടെ വന്ന SKN പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഇത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ് ഈ ഡ്രഗ്സ് ഒഴിവാക്കാനുള്ള പ്രവൃത്തി. യാത്രയെ T സിദ്ദിഖ് MLA അഭിനന്ദിച്ചു. ഈ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ പൊതുസമൂഹത്തെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് നാടിനെ രക്ഷപ്പെടുത്താനുള്ള ഈ ജനകീയ പ്രതിരോധത്തിന്റെ പോരാട്ടത്തിൽ SKN എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട്, ചെറുതല്ല നമ്മൾ നേരിടുന്ന വെല്ലുവിളി, ചെറിയ വെല്ലുവിളിയല്ല, വലിയ നീരാളി കയത്തിലാണ് നമ്മൾ. യാത്ര നാളെ കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കും. 24 വയനാട്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കാലാവസ്ഥാ റിപ്പോർട്ടോടുകൂടി വാർത്താസന്ധ്യയുടെ സമയം പൂർത്തിയാവുകയാണ്.